ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം നിന്ന് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. സത്യം പറയട്ടെ, ഈ വചനത്തിൽ വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ വചനം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയില്ല, അനുഗ്രഹിക്കുക. അപ്പം നമ്മൾ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കണം. നമുക്കുടെ നാവ് നമ്മൾ അനുഗ്രഹിച്ച ആർക്കും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ യേശുബ്രാൻ അവിടെ പ്രവർത്തിക്കുമ്പോൾ വചനം ക്രിയുമ്പോൾ അവർക്ക് അനുഗ്രഹമായി മാറും. എന്തുമാത്രം സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്നറിയാമോ? എൻ്റെ മിടുക്കം കൊണ്ടല്ലെന്ന് ആദ്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് വന്നിട്ട് ലഡു ഒക്കെ കൊണ്ടുവന്നു. ആ കൊച്ച് അപ്പുറത്തെ സ്വർണ്ണം എടുക്കാൻ വന്നപ്പോൾ മോളെടുക്കണില്ല, അമ്മയ്ക്ക് എടുക്കണല്ലോ, എൻ്റെ സിയുടെ റിസൾട്ട് വരും, ജയിച്ചാൽ വരാമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ കൊച്ചിനത് കിട്ടട്ടെ എന്ന് പറഞ്ഞു. ജയിച്ചു, ലഡുവായിട്ട് വന്നു. നമുക്കുടെ നാവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചാൽ മതി. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് നമുക്കളൊന്നുമില്ല, യേശുബ്രാനാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ സിയക്കാരും ജയിക്കണം എന്നില്ലല്ലോ. എൻ്റെ കൊച്ച് സിയയ്ക്ക് പോയിട്ട് അവൻ ഇവിടുത്തെ കേരളത്തിലെ ജയിച്ചില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ല, യേശുബ്രാൻ പ്രവർത്തിക്കുക. അപ്പോൾ ഒരു നാവ് വേണം. അല്ലെങ്കിൽ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ അസുഖം മാറില്ലേ, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ അവരെ കൊണ്ട് എല്ലാവരും അസുഖം മാറ്റിക്കാമല്ലോ. അങ്ങനെയല്ല, യേശുബ്രാൻ ഒരാളെ അനുഗ്രഹിക്കാൻ നേരത്തെ ഒരാൾക്കുടെ നാവും കൈയും വേണമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ അവരിലും ദൈവാത്മാവ് വസിക്കണേ. അപ്പോൾ വിശ്വസിക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ വചനം ദൈവമാണ്, വചനം ദൈവത്തിൻ്റെ കൃപയാലാണെന്നുള്ള വിശ്വാസത്തെ നമ്മൾ പോകുമ്പോഴാണ് നമ്മളിൽ അത് ക്രിയ ചെയ്യണത്. ഒരു വചനം വായിച്ചു തുടങ്ങാവേ. സങ്കീർത്തനം 119:26. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട കേട്ടോ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ബലം അനുഭവിക്കും. അപ്പം നമ്മുടെ നാവിലാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഇത് നമ്മുടെ നാവിലാണ്. അപ്പോൾ നമ്മൾ മരണത്തിൻ്റെ വാക്കുകൾ വേണമെങ്കിൽ പറയാം, ജീവൻ്റെ വാക്കുകളും വേണമെങ്കിൽ പറയാം, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ വേണമെങ്കിൽ പറയാം. ഇപ്പം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ടിരുന്നാൽ നമുക്കാട്ടോ അത് പറ്റുള്ളൂ. മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന യേശുബ്രാൻ ഭയങ്കര മാജിക്കാരനാണ്. വേറൊരാളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അനുഗ്രഹം കിട്ടും. വേറൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്കൊന്നും പറ്റുകയില്ല, നമുക്കതിൻ്റെ എല്ലാ ദോഷവും ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ടായി പോകും. അപ്പം അങ്ങനെയുള്ളവരെ ബൈബിളിൽ പറയണ ശപിക്കപ്പെട്ട ഒരു ശാപഗ്രസ്തർ എന്ന് പറയണേ. അപ്പോൾ യേശുവിൻ്റെ വചനം പാലിക്കുക, യേശുബ്രാൻ പറയണ കേൾക്കുക. അനുഗ്രഹം വേണ്ടേ? അനുഗ്രഹം വേണമെങ്കിൽ നാവിൽ പറയണത് അനുഗ്രഹത്തിൻ്റെ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് മുടിയുടെയാണ്. മുടി കരാറ്റും ഇപ്പം എൻ്റെ തന്നെ സെപ്റ്റംബർ അവസാനം ഏതാണ്ട് ചെയ്താണ്. അപ്പോൾ സെപ്റ്റംബർ ആകുമ്പോഴത്തേനും ഒരു മാസത്തോടെ മതി, ഒരു വർഷമായി. അപ്പോൾ ഇങ്ങനെ എനിക്ക് റീഅടിക്കാറായി. അപ്പോൾ ഒരു കല്യാണമുള്ള കാരണം ഞാൻ അടിക്കാണ്ടിരുന്നായിരുന്നു. ഇച്ചിരി ഒട്ടിപ്പോകില്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ ഒരു മാസമൊക്കെ എടുക്കില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് ഇച്ചിരി ഇങ്ങനെ താന്ന് കിടക്കണ തലയാണ്. അപ്പോൾ കരാട്ടും ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടോ, എന്ന് കുളിച്ചിട്ട് ഇങ്ങനെ മുടി ചെയ്യുമ്പോഴത്തേനും ഒന്നും ചെയ്യണ്ട, ശരിക്കും ഇപ്പം ഒന്നും ചെയ്യണ്ട. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വർഷം ആകുമ്പോൾ അടിക്കണമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു ഇതുള്ളൂ. എൻ്റെ ഒരു സ്ട്രെയിറ്റ് ഹെയറാണ്. അപ്പോൾ അത്ര സോഫ്റ്റ് ആയിട്ട് എൻ്റെ ഡ്രൈ ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മുടിയായിരുന്നു. ആ മുടി ഇതുപോലെ ഒഴുകി ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് ഭംഗിയിലാണ് കിടക്കണമെന്നറിയാമോ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എൻ്റെ മുടിയുടെ ഗ്ലാമർ നല്ലതല്ലേ. ഞാൻ തമാശയായിട്ടില്ല, ഈ കളർ ചെയ്തിട്ട് എനിക്ക് കളർ ചെയ്യണ വലിയ ഇഷ്ടമായിരുന്നു. മറ്റേ കളർ ചെയ്താൽ മുടിയെ പിടിക്കുമ്പോൾ ഇങ്ങനെ ചകിരിയെ പിടിക്കണ പോലെ ആയി പോകുമായിരുന്നു. ഇതേ കരാട്ടിന് 4-5 പ്രാവശ്യം ചെയ്തിട്ട് ഇപ്പോൾ കളർ ചെയ്തപ്പോൾ മുടിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ കരാട്ടിന് അത്രയും നല്ലതാണ്, ഓർഗാനിക്കാണ്. അത് കാരണമാണ് കരാട്ടിന് റേറ്റ്. എന്ന് വെച്ചാൽ കരാട്ടിൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ കരാട്ടിൻ ചെയ്യുന്നത് നാനോ ഫോഴ്സ് പ്ലാസ്കെ ബയോടാനിസ. ഒത്തിരി പേര് ഹെയർ റിലാക്സിങ് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. ഹെയർ റിലാക്സിങ്, പെർമനൻറ്റ്, ബ്ലോ ഡ്രൈ, സ്മൂത്തനിങ് എല്ലാം ചെയ്യും. ഹെയർ ലാക്സിങ് എന്ന് പറഞ്ഞാൽ ഉള്ളു തോന്നിക്കും. ഈ ചിലർക്ക് ഉരുണ്ട് കയറൂല ഇങ്ങനെ പുഴു പോലെ, അവർക്ക് ഹെയർ ലാക്സിങ് ചെയ്താൽ നല്ല മുടിക്ക് ഉള്ളു തോന്നിക്കും. മറ്റേ അങ്ങനെയുള്ളവർക്ക് അതാ നല്ല ഭയങ്കര ഫ്രസ്സി ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുന്നവർക്ക് നമ്മൾ കരാട്ടിൻ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളത് നോക്കിയും കണ്ട് നമ്മുടെ ഹെയറിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്താൽ മതി, ഹെയറിൻ്റെ ഇതൊക്കെ അനുസരിച്ച്. അപ്പോൾ പിന്നെ എപ്പോഴും ഒരു ക്ലീനപ്പോ ഫേഷ്യൽ, കൊച്ചു പിള്ളേർ ഒരു 25 വയസ്സിൽ താഴെയുള്ളവരൊക്കെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ക്ലീനപ്പ് നടത്തിയാൽ മതി. അല്ലാത്തവർക്ക് 30 വയസ്സിൽ മേളിലൊക്കെ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഫേഷ്യലുകൾ ചെയ്യുക. അതും നല്ല ബ്രാൻഡ് കമ്പനി അല്ലാണ്ട് നമ്മുടെ ഒന്നും ചെയ്യരുത് കേട്ടോ. മുടിയാലായാലും മുഖത്തായാലും എന്തിലായാലും ബ്രാൻഡഡ് കമ്പനി യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ പിള്ളേരെ ത്രെഡിങ്, നിങ്ങൾ ഇത് ലോക്കൽ കാണുന്നവരുണ്ടല്ലോ, ഒന്ന് ത്രെഡ് ചെയ്ത് നോക്കി, ഒരു പെയിനും ഇല്ല കേട്ടോ.
നമുക്ക് ത്രെഡിങ്ങിന് ഭയങ്കര തിരക്കാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ത്രെഡ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വരികയേ വേണ്ട. ത്രെഡിങ്, പെഡിക്യൂറ്, അവരുടെ സർവീസ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് നോക്കുക. അത്ര സൂപ്പർ സർവീസാണ്. അപ്പം ഇങ്ങനെ പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അപ്പം നിങ്ങളതൊക്കെ നമ്മളൊക്കെ ചെയ്യണം. കാലിൻ്റെ നഖം, കാല് പെഡിക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ആരോഗ്യത്തിന് അത് ഒത്തിരി നല്ലതാണ്. അല്ലെങ്കിലും ബ്യൂട്ടി പാർലറിൽ ഈ ബ്ലീച്ച് ഒഴിച്ച് ബാക്കി എല്ലാ ആരോഗ്യത്തിനും ഒത്തിരി നല്ല കേട്ടോ. ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിനൊക്കെ ഒരു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ച ചുളിവുകളൊന്നും ഉടനെ ഒന്നും ഓടിയെത്തൂലാണ്ടിരിക്കും. ബ്യൂട്ടി പാർലറും കൊണ്ട് ഞാൻ ജീവിച്ചു പോണേ, അല്ലെങ്കിൽ ഞാനിങ്ങനെയൊന്നും ഇരിക്കൂലായിരുന്നു. യേശുപുരാനെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. എവളല്ലെങ്കിൽ അങ്ങനെയൊന്നും നടക്കൂല എന്നൊക്കെ ഓർത്ത് എല്ലാം യേശുപുരാൻ എനിക്ക് തന്നേക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുപുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, എന്നിട്ട് പെട്ടെന്ന് വരിക. 10 മണിക്ക് വന്നാൽ 2 മണിക്ക് തീരും. 4 മണിക്കൂർ വേണം ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ സൺഡേ ഇല്ല, എന്നെ ഫോൺ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ അറിയാൻ പാടില്ല, നീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യേശുപുരാൻ അനുഗ്രഹിക്കട്ടെ. ശരി എന്നാൽ. ഹലോ, ഈ മോളെ നമ്മുടെ ഹെയർ ലാക്സിന് 2 പ്രാവശ്യം ചെയ്തോ? 2 പ്രാവശ്യം ചെയ്തു. 3-ാം പ്രാവശ്യം ഇപ്പം പണ്ട് നീണ്ട മുടിയാണ്, ചുരുണ്ട മുടിയല്ലായിരുന്നോ? വലിയ നീളം ഇല്ലായിരുന്നല്ലോ. നീളം ഉണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ഇട വളർന്നു. വേണ്ട, ഇത്ര ഇട വളർന്നു. 8 മാസമായുള്ളെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ധൈര്യസമേതം ചെയ്തോ, പെട്ടെന്ന് വളരും. വേണ്ട, മൾട്ടി വിറ്റാമിൻ കഴിക്കണ്ട. D3 ഒക്കെ നോക്കിയോ? കുറവാണ്, അത് കഴിക്കുന്നുണ്ട്. D3 ഒക്കെ നോക്കി. എല്ലാവരും ഞാൻ ഇവിടെ ഒരു വൈദ്യപരിശോധന തന്നെയാണ്. D3 ഒക്കെ നോക്കി കഴിപ്പിക്കും. മൾട്ടി വിറ്റാമിൻ 3 കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ? വേണ്ട. അപ്പോൾ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്യാൻ പറയും. കാരണം നമ്മൾ എങ്ങനെ പുറമേയുള്ള സോഫ്റ്റ്നെസ്സോ ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഉള്ളിൽ നിന്ന് ഹെൽത്തും മുടിയൊക്കെ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമ്മൾ ഉള്ളിൽ നല്ല ഫുഡ് കഴിക്കണം. ഈ വിറ്റാമിൻ ഗുളിക കഴിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മുട്ട, ഇലക്കറി, ABC ജ്യൂസ്, അങ്ങനെ നമുക്ക് വെള്ളം ഒത്തിരി കുടിക്കണം. അങ്ങനെ നമുക്ക് ആരോഗ്യത്തിന് നമ്മളെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തുവേശു വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ് എന്നെ ഞാൻ സ്നേഹിക്കണം, എന്നെ ഞാൻ ബഹുമാനിക്കണം. വേറെ കാരണം എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല. യേശുപുരാൻ രക്തത്താൽ വീണ്ടെടുത്തതാണ്. ജീവൻ്റെ വിലയാണ് യേശുപുരാൻ വസിക്കാനുള്ള. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഹെൽത്ത് നോക്കുക. അത് നമ്മുടെ കുടുംബത്തിൻ്റെ അസറ്റാണ്, നാടിൻ്റെ അസറ്റാണ്, മക്കളുടെ അസറ്റാണ്. ഏറ്റവും വലിയ അസറ്റ് നമ്മുടെ ആരോഗ്യമാട്ടോ. അപ്പോൾ തന്നെ മുടി നന്നായിട്ടുണ്ടായിക്കോളും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മക്കളുടെ മുടി പരസ്യത്തിന് വല്ലണ പോലെയാണ്. കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഭയങ്കര കോമഡിയാണ്. ഈ മോളിപ്പോൾ 3-ാമത്തെ തവണയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ ഓണം 2 പ്രാവശ്യം, ഇത്ര മാസങ്ങൾക്ക് ഗ്യാപ്പിലല്ലേ, 8 മാസമൊക്കെ കൂടിയല്ലേ വരാറ് അല്ലേ? 8 മാസമൊക്കെ കൂടി വന്നാൽ നമ്മളിപ്പോൾ ഒരിക്കലും ഓർക്കുമല്ലോ എത്ര പേരെ മുടി ചെയ്യുമ്പോൾ കാണണേ. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും പറയുന്നത് ഈ മുടി കാണുമ്പോൾ ഇത് എൻ്റെ മുടി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതാ. കഴിഞ്ഞ തവണ കൊച്ചു പറഞ്ഞത് ചേച്ചിയുടെ മുടി പോലെ ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞ ഇല്ല, എൻ്റെ മുടിക്ക് ഇതിൽ ഒരു മുടിക്ക് 7 മുടിയുടെ ഏക്കട കൂട്ടിയുള്ള കനമുണ്ടെന്ന്. അത് ശരിയാട്ടോ, മുടിക്ക് എൻ്റെ ഭയങ്കര കനമുണ്ട്. അപ്പം പിന്നെ അതുപോലെ ചെയ്തു വന്നപ്പോൾ ഞാൻ ഫ്രണ്ട് ഇച്ചിരി വെട്ടിയിട്ട് ഇതുപോലെ എല്ലാ തവണയും വെട്ടിയിടാറുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. സെയിം റിപ്പീറ്റ് വന്ന് ഓർന്നിട്ട് ചിരി വന്നതാ. ആ ശബ്ദം പറയും ഇതെല്ലാം എൻ്റെ ഒരു വീഡിയോ ഉണ്ടത് സെയിം പോലെ ഞാൻ പറയണേന്ന്. അപ്പം മുടി കണ്ടപ്പോൾ നമുക്കിങ്ങനെ എൻ്റെ മുടി കിടക്കണ പോലെ തന്നെയല്ലേ കിടക്കണേ. ഇച്ചിരി കാറ്റൊക്കെ ഇച്ചിരി വെട്ടിക്കൊണ്ടിരുന്നാൽ ഇച്ചിരി ഉള്ളു തോന്നിക്കും, വെട്ടിക്കില്ല. അതാണ് കുഴപ്പം. ഇപ്പം ഇവിടം വരെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് വെട്ടി. എൻ്റെ ഒരു വെട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ വെട്ടേ ഉള്ളു വെട്ടണേ. പക്ഷേ ഈ കൊച്ചിനെ പെട്ടെന്ന് നീളണ മുടിയാന്ന് തോന്നുന്നു അല്ലേ? 8 മാസമൊക്കെ ആയപ്പോൾ ഇത്രയും നീണ്ടായിരുന്നു. ചിലത് ഇങ്ങനെ നീളണ മുടിയുടെ അറ്റമൊക്കെ വെട്ടിയാതൊന്നും പ്രോബ്ലം ഇല്ല. അതൊക്കെ ഇത്രയൊക്കെ ശരിക്കും വെട്ടാറുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വെട്ടിയാൽ ഇച്ചിരി ഉള്ളൊക്കെ തോന്നിക്കും. അപ്പോൾ മുടി ഇത് ഇഷ്ടപ്പെട്ടോ? അപ്പം കഴിഞ്ഞ തവണ ഫ്രണ്ട് ഇച്ചിരി ഒട്ടിപ്പോയി തന്നെ. ഈ തവണ ഞങ്ങൾ മാക്സിമം ഇരുന്ന് ഞാൻ ചെയ്തിട്ട് ഒരു ഡിഫറൻസും തോന്നാത്തവരെ പൊങ്ങിയിരിക്കുന്നുണ്ട്. ഒട്ടും ഇങ്ങനെ ഒട്ടൽ വന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി, ഓർപ്പിച്ചോണ്ട് ഇരുന്നാൽ മതി എൻ്റെ മുടി ഒട്ടരുത്. അപ്പോൾ ഒട്ടാണ്ട് ചെയ്യാനും പറ്റും, നമുക്ക് പൊക്കി നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ അതി മനോഹരമായിട്ടാണ് ഇരിക്കണേ. ഞാൻ പറഞ്ഞ മുഖം കാണിക്കു വെച്ചേ സൗന്ദര്യം പുറത്താരും കണ്ട് കണ്ണു വെക്കരുത്. എനിക്ക് വയ്യ, രസമാണ്, എനിക്ക് പറ്റൂല ചിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ മുടിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട്
അപ്പോൾ ഇതിപ്പോൾ മുടി കണ്ടാലെന്ന് ഓർത്തു എനിക്ക് എന്ത് ഭംഗിയാണ്. അപ്പോൾ ആദ്യം മുടി കണ്ടില്ലേ, അപ്പോൾ ആ ചുരുണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഹെയർ ലാക്സിങ് ആട്ടോ ചെയ്തേക്കണത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒരു കരാട്ടിനൊക്കെ ചെയ്തോ, അടുപ്പിച്ച് കുറേ കാലം ഹെയർ ലാക്സിങ് ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു കരാട്ടിനൊക്കെ നല്ലതാണ്. കരാട്ടിന് എല്ലാവരും പറയും റേറ്റ് അധികമല്ലോ, എപ്പോഴും അങ്ങനെയല്ലേ. പ്യുവർ ഓർഗാനിക് എല്ലാം റേറ്റ് അധികം. പ്യുവർ കാഞ്ചീപുരത്തിന് റേറ്റ് കൂടുതലല്ലേ, സെമി സിൽക്കിനോ വില കുറവല്ലേ. അതുപോലെ തന്നെ കരാട്ടിന് പറഞ്ഞാൽ ഓർഗാനിക്കാ, വില കൂടും. അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ കഴുകി പോവും, നാച്ചുറലാണ്. ചെയ്ത മുടി കഴുകി ഇങ്ങനെ ഒരുപോലെ ഇരിക്കും. ഹെയർ ലാക്സിങ്ങിന് ഇതെന്നാ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചുരുണ്ട് വരും, ഇവിടുത്തെ മുടി ഇതുപോലെ വെട്ടി പോണ വരെ ഈ മുടി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇപ്പോൾ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വൈറ്റ് ഹെയർ അങ്ങനെയൊന്നും ഇല്ലാത്ത കൊച്ചായതാണ് കുഴപ്പമില്ല. നമ്മൾ കളർ അത് ഇതൊക്കെ ചെയ്തു തുടങ്ങിയാൽ പിന്നെ നമ്മൾ കരാട്ടിനായിരിക്കും ബെറ്റർ. ഇങ്ങനെ ഇതിനും പൊട്ടലൊക്കെ ഡ്രൈനസ് ഒക്കെ ഉണ്ട്. ഡീത്തിൽ ഒത്തിരി കുറവാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അന്നത്തെ ഇത് പെട്ടെന്ന് കഴിച്ചാൽ ഒറ്റ ദിവസം ഒന്നും ആകൂല. ഈ ഡീത്തിൽ മറക്കാണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എൻ്റെ ആരോഗ്യ പ്രോബ്ലത്തിന് കാരണം D3 ആണെന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ആശുപത്രിയിൽ എവിടെ ചെന്നാലും എനിക്ക് നീർക്കെട്ടാന്ന് പറഞ്ഞാണ് പോണേ. എവിടെ ചെല്ലുമ്പോഴും ആദ്യം ഒരു D3 കുറിച്ച് തരിക, ടെസ്റ്റ് ഒന്നും ചെയ്യാണ്ട് D3 കൊടുക്കുക. നീർക്കെട്ടിൻ്റെയൊക്കെ മെയിൻ കാരണം D3 ആയിരിക്കും. മൊത്തം നമുക്ക് ഒത്തിരി പല്ല അത് ഇതൊക്കെ പ്രോബ്ലം ആയിട്ടോ. വൈറ്റ് ഹെയർ വരും. അങ്ങനെ D3 എന്ന് പറഞ്ഞാൽ അമിത തടി വയ്ക്കും, മുടി പൊട്ടും, ഇതെല്ലാം അങ്ങനെയുള്ളവരൊക്കെ നോക്കിയോ D3 ടെസ്റ്റ് ചെയ്ത് നോക്കി 20 താഴെ ആയിരിക്കും. അപ്പോൾ അതാ പ്രോബ്ലം. 10 താഴെ ആയിരിക്കും ഇവിടെ മിക്കവാറും. അപ്പോൾ ഇനി മുടിയൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ട അപ്പം അതിനെ ഇഷ്ടപ്പെട്ടു എന്നല്ല ഞാനിങ്ങനെ അടുത്തിരിക്കുമ്പോൾ പറയുള്ളൂ. അത് കേട്ടോ, ശരിക്കും ഇഷ്ടപ്പെടാണ്ട് മൂന്നാമത്തെ തവണ ഇവിടെ വരുമോ കണ്ടോ, അടിപൊളിയായിട്ട്. ഇതേ ഇവിടെയൊക്കെ നല്ല, ഇവിടെയൊക്കെ ഇതേ ഉണ്ടായെടുത്ത് ഇവിടെയൊക്കെ നല്ല ഉള്ളുണ്ട് കേട്ടോ. അടിയിൽ പണ്ടത്തെ നമുക്ക് ഉത്തരവാദിത്തമില്ല. ദേ ഇത്രയൊക്കെ മുടിക്കേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. ദേ ഇത്രയൊക്കെ ഞങ്ങളുടെ മുടിയുള്ളൂ. ചെയ്ത് കഴിഞ്ഞിട്ട് തലേത്തേക്ക് വെത്തുകൊണ്ട മുടി. ഇതൊക്കെ പണ്ടി കുറച്ചൊക്കെ മുടി. അത് ഇത്രയും മുടി, അത്രയും ഭാഗം നല്ല ഉള്ളല്ലേ നോക്കിക്കേ. അപ്പോൾ പണ്ടത്തെ മുടിയുടെ ഉള്ളിനൊന്നും ഒരു വിറ്റാമിൻ ഗുളിയൊക്കെ കഴിക്കേണ്ട ആഫ്റ്റർ കെയർ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും നല്ല സുന്ദരിയായിട്ട് നടക്കുക. അപ്പോൾ എൻ്റെ അപ്പൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ക്ഷീണിച്ചാൽ കൂടുതൽ എൻ്റെ മുഖത്തിന് ഒരു ലുക്കില്ല കേട്ടോ, നമ്മളെ സത്യം പറയാം. പക്ഷെ എനിക്ക് ശരീരം ക്ഷീണിക്കണം ഇഷ്ടമാണ്, പക്ഷെ മുഖം ക്ഷീണിക്കണം എനിക്ക് ഇഷ്ടമല്ല. എന്നെ കാണുമ്പോൾ കൊള്ളില്ല. എൻ്റെ ചാച്ചനെ ഭയങ്കര ദേഷ്യമാണ്. ചാച്ചനെ ഇച്ചിരി അടിക്കുകയും ചെയ്യുന്ന ആളായിരുന്നുകൊണ്ട് ഞാൻ ക്ഷീണിച്ച ചാച്ചൻ അപ്പോൾ വീട്ടിൽ അടുക്കളയിലോ അല്ലെങ്കിൽ മേശപ്പുറത്തിങ്ങനെ എല്ലാം ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഞാനിതിനെ പ്രിഫർ ചെയ്ത് കരാട്ടിൻ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാനാണ്. പക്ഷെ മോള് പറയണത് പിന്നെ ഇത് ഒരു വോളിമിനൈസിങ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഹെയർ ലാക്സിങ് മതി വോളിയം തോന്നിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ വെർജിൻ ഹെയർ ഒന്നും ചെയ്തിട്ടില്ലാത്ത കാരണം ഇത്തവണ നമ്മൾ ഹെയർ ലാക്സിങ് ചെയ്യാൻ പോണേ. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇത് തലയോട്ടി കാണാം. ഇത് പയ്യെ ഇങ്ങനെ പൊക്കി കാണാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ. ഇത് അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ തലയോട്ടി കാണില്ലാത്ത പോലെ നിറച്ച് മുടി വന്നത് കാണാൻ വേണ്ടി ഇവിടെ കാണിക്കണേ. അപ്പോൾ ഫ്രണ്ടിൽ ഒട്ടും മുടിയില്ല. നമ്മളെപ്പോഴും ഫ്രണ്ടിൽ മുടിക്കും. നമ്മളെപ്പോഴും തലയുടെ ഫ്രണ്ടിൽ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കണം. തല ചുമ്മാ നമ്മളിങ്ങനെ നെക്കി വിട്ടോന്ന് തല ഭയങ്കര നല്ലതാണ്. തലയ്ക്കിങ്ങനെ മസാജിങ്. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മസാജ് ചെയ്യുക. മക്കളുടെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മക്കൾ ചെയ്ത് തരട്ടെ. നമുക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ വന്ന് ഇച്ചിരി പൈസ കൊടുക്കുക, സ്പാ ഒക്കെ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ മസാജിങ് മസ്റ്റായിട്ട് വേണം. ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ മുടി ഇപ്പം നമ്മളെ തലയിട്ട് ഒരു പണിയില്ല. അത് കാരണമൊക്കെയാണ്. പിന്നെ ഭയങ്കര ഫ്രസ്സിയാണ്. വൈറ്റ് ഹെയർ ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ കളർ ചെയ്യുന്നുണ്ടോ അതോ എണ്ണ ചെയ്യണം? എണ്ണ കളറായിട്ട് തുടങ്ങിയിട്ട് എണ്ണ ചെയ്യുന്നുണ്ട്. എണ്ണ ചെയ്താലും കണ്ടമാനം ഫ്രസ്സിയാവും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഹെയർ ലാക്സിങ് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ, ഈ മുടിയിലേക്ക് ഒന്ന് ക്ലോസപ്പ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ വേണമെങ്കിൽ തൂക്കിയിടാട്ടോ. ഞാൻ തൂക്കിയിരുന്നില്ല, കൊച്ചിനെ വേദനയെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ വികസിച്ചിരിക്കുന്നത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കോ. ഞാൻ വരാൻ താമസിച്ചാലും കഴുകി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, മുടിയിരിക്കണ ഇരിപ്പ് കണ്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഹെയർ ലാക്സിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതേ ഇപ്പം ഇവിടെ എന്തോരം ഉള്ളുണ്ടാകുന്ന കണ്ടല്ലോ, ബിഫോർ കണ്ടല്ലോ. ഇവിടെ ഒട്ടി ഇവിടുത്തെ ഉള്ളുപോലെ നമ്മൾ അടിയിലാക്കിയിട്ടുണ്ട്. ഇച്ചിരി ചുളിവൊക്കെ കൊടുത്ത് ഇച്ചിരി ഓളിയം കൂട്ടാൻ, ഇങ്ങോട്ട് നന്നായിട്ട് ഓളിയം കൂട്ടാൻ ഇങ്ങനെ കണ്ടോ. ഇവിടുത്തെ പോലെ ഇങ്ങനെ ഒതുക്കിയിട്ടില്ല. നമ്മളിവിടുത്തെ കണ്ടോ അയണിങ്ങൊന്നും ഒക്കെ കുറച്ച് കൊടുത്ത് ഓളിയം കൂട്ടി
അപ്പോൾ ഒരു ഉള്ളു തോന്നിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ല ആവശ്യത്തിന് മുടിയായില്ല. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ മുടിയുണ്ട്, നാച്ചുറൽ ലുക്ക്. ഇത് ചെയ്തതാണ് ഒരു മനുഷ്യൻ പറയില്ല, ഇത് ചെയ്തതാണ് ഈ കൊച്ചിൻ്റെ മുടിയാന്ന് തോന്നിയത്. ചെറിയൊരു നമ്മളങ്ങനെ ചെയ്തതാണ് നാച്ചുറൽ ലുക്കിന്, ഒരു ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ ഒത്തിരി വടിയാക്കാണ്ട് നമ്മളിങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ അതിമനോഹരമായ കാഴ്ച കണ്ടോ. അപ്പോൾ അത് ശരിക്കുള്ള ഫ്രണ്ടിൽ മുടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വയസ്സിന് അടുത്ത് ഇങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ട് ഭയങ്കര രസമായിട്ട് കാണാം, മുഖം കാണിക്കില്ലല്ലോ, അപ്പോൾ കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ എനിക്ക് ഭംഗി. അപ്പോൾ ശരിക്കും ഉള്ളിൽ ഇതൊക്കെ ഇത് കണ്ടോ, ഇത്രയൊക്കെ പൊടി ഉണ്ടായല്ലോ. നിരാശപ്പെടാണ്ട് കൊച്ചു ന്യൂസിലൻഡിന് പോവുക. അവിടെ ചെന്ന് ഇനി ആഫ്റ്റർ കെയർ ഒക്കെ കഴിഞ്ഞ് ന്യൂസിലൻഡിൽ നിന്ന് വന്ന വഴി ചെയ്യാൻ പറ്റട്ടോ. ഈ മുടി എന്തോരം ആയി ഇങ്ങനെ. ആശാദിക്ക് ഭയങ്കര ടെൻഷനാ. നമ്മൾ ഇത് ചേച്ചിനെ വിശ്വസിച്ച പിന്നെ എന്തെങ്കിലും പറ്റുമോ പൊടി. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ പൊടി കാണാൻ എനിക്ക് ടെൻഷനില്ല. ആശാദി തന്നെ ജീവൻ പോണ പോലെ പേടിച്ച് വിറച്ചൊക്കെയായിട്ട് ഇരിപ്പ്. ഭയങ്കര പേടിച്ച് എന്താകും അവസ്ഥ ഈ മുടിയുടെ. അത് ഭയങ്കര ഇപ്പോഴാണ് ആ കൊച്ച് കണ്ണാടിയിലൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം കൊച്ചിനായത്. ഭയങ്കര ഒരു ഭയത്തിലായിരിക്കണ രസമാണ്. അപ്പോൾ അത് കണ്ടോ മുടി ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാകും മുടി. അപ്പോൾ മൾട്ടി വിറ്റാമിനും എടുത്ത് ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്താൽ മതി. അത് എടുക്കണം കേട്ടോ. ആന മേടിച്ചൊക്കെ തോട്ടി മേടിക്കാതിരിക്കരുത്. ഞാൻ പറയുന്ന ആഫ്റ്റർ കെയർ തന്നെ യൂസ് ചെയ്യുക. എന്നാലാണ് സൾഫേറ്റ് ഫ്രീ ഷാമ്പു. ഇന്നലെ ബ്യൂട്ടി പാർലറിൻ്റെ ക്ലാസ്സായിരുന്നു. അവർ ഇങ്ങനെ ഹെയർ ഡേ പറയുക സൾഫേറ്റ് ഫ്രീ ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിൽ മുടി അപ്പടി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇല്ല നമ്മൾ പറയുന്നത് ആഫ്റ്റർ കെയർ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്നാലും ഷാമ്പു യൂസ് ചെയ്യണ്ട. എന്നാൽ പിന്നെ നല്ല ഷാമ്പു യൂസ് ചെയ്യണതിന് വല്ല കുഴപ്പമുണ്ടോ? ഈ പേസ്റ്റൊക്കെ പൊട്ട പേസ്റ്റ് കൊണ്ട് വായിൽ തൊലി പോകി നിങ്ങൾ തേക്കുമോ? വെണ്ണയിൽ തലയിൽ തലയോട്ടിക്ക് കൊടുക്കില്ലാത്തത്, തലയ്ക്ക് മുടിക്ക് കൊടുക്കില്ലാത്തത് അതിൻ്റെ ആവശ്യമില്ലോ. നമ്മൾ പറയണം തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം മുടി ചെയ്യാൻ എൻ്റെ അടുത്ത് വന്നാൽ മതി. പിന്നെ വിറ്റാമിൻ ഗുളിക കഴിക്കുന്ന കാര്യത്തിൽ മറക്കരുത്, ആരോഗ്യം വേണം. വിറ്റാമിൻ കഴിക്കാൻ ഫുഡ് കഴിച്ചാൽ മതി. ഫുഡ് കഴിക്കണില്ലല്ലോ. മൾട്ടി വിറ്റാമിൻ, സിങ്കോവൈറ്റ്, ബയോട്ടിൻ മാറി കഴിക്കുക. D3 ടെസ്റ്റ് ചെയ്യണം. പറഞ്ഞ് ഇപ്പോൾ ലാബുകാരൻ എനിക്ക് പെൻസ് കൊണ്ട് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു, വലിയ ഹാപ്പി ആട്ടോ. അപ്പോൾ ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ. ഈ മുടിക്ക് കുറ്റം പറയാനൊന്നുമില്ല, ഈ സിൽക്കി ഹെയറാണ്. ഇനിയിപ്പോൾ എണ്ണ തേച്ചിട്ടാണോ എങ്ങനെ കിടക്കണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ വന്ന വഴിയെ പിടിച്ച് നിർത്തിയേക്കണേ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മുടി ഇല്ലാത്ത പോലെ തോന്നിക്കും. എന്നാൽ മുടിയൊക്കെ ഉണ്ട് താനും. അപ്പോൾ നമ്മളിത് ഹെയർ റിലാക്സിങ് ചെയ്യുക. കാരണം ഇച്ചിരി ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്കൊരു സന്തോഷമാവുമല്ലോ. ഇത് ഈ ഉരുണ്ട് കയറുന്ന മുടിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ ഉരുണ്ട് കയറും. അങ്ങനത്തെ ഒത്തിരി മുടിയില്ല. ഇങ്ങനെ മുടിയുണ്ട്, പക്ഷേ ഇച്ചിരി അറിയുമ്പോൾ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കിടക്കും. നല്ല തിക്നെസ് ഉണ്ട്, എത്രയും ലെങ്തൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ വരുമ്പോൾ ഇത്. അപ്പോൾ ഇനി ഇത് ഹെയർ റിലാക്സിങ്ങും കഴിഞ്ഞ് ആഫ്റ്റർ കെയർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മുടി ഇങ്ങനെ ഉരുണ്ട് കയറില്ല. അപ്പോൾ പിന്നെ യേശുവിൻ്റെ കടയിൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ കണ്ടു ഭയങ്കര ഞെട്ടിക്കും. ഈ മുടി നല്ല അതിമനോഹരമായിട്ടിരിക്കും. അപ്പോൾ അത് കാണാം നമുക്ക്. ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അത്ഭുതപ്പെട്ടു പരസ്യത്തിനെ വല്ലണ പോലെയാവുന്നത്. ആവശ്യത്തിന് മുടിയായില്ലേ, അന്നേരം മുടി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഹെയർ റിലാക്സിങ് ചെയ്ത ഇവിടുത്തെ ഉള്ളു തന്നെ ഇവിടെ തോന്നിക്കണുണ്ടോ? അതിനാണ് ഹെയർ റിലാക്സിങ് ചെയ്യണേ. ഹെയർ റിലാക്സിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ ഇങ്ങനെ ഗ്ലോ വരില്ല, അടിയിട്ട് ഇങ്ങനെ ഭയങ്കര സ്മൂത്തനിങ് ആ ഗ്ലോ വരില്ല. ഇവിടെ കൂടുതൽ കിളക്കമുണ്ട്. ഇവിടെ വോളിയം കൂടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തേക്കണത്. കണ്ടോ മേളത്തെ ഇവിടുത്തെ ഉള്ള് സാധാരണ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഉള്ള് നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഒരു ഒട്ടി വള്ളി പോലെ കിടക്കും. ഇതിന് കണ്ടോ ഇവിടുത്തെ ഉള്ള് തന്നെ അതിൽ കൂടുതൽ ഉള്ളുണ്ട്. ഇപ്പോൾ താഴത്തേക്ക് നമുക്ക് അതിൽ കൂടുതൽ ഉള്ളുണ്ട്. ഇത് ഉണങ്ങിയിട്ടൂടെ ഇല്ല, വേണ്ട ഉള്ളായില്ലേ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഗ്ലോ വരും, ഇവിടെ ഇച്ചിരി ഗ്ലോ കുറവാണ്. അപ്പോൾ നാച്ചുറൽ ലുക്ക് ഒതുക്കും. ഇങ്ങനെയാണ് ഹെയർ റിലാക്സിങ് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി മുടിക്ക് ഉള്ളില്ലെന്ന് പറഞ്ഞുകൊണ്ടൊരു ബഹളവും ഉണ്ടാവില്ല, വിഷമവും ഇല്ല. അപ്പോൾ മുടി ആവശ്യത്തിൽ കൂടുതലായി. ഇനി ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ കൂടെ ആകുമ്പോൾ തലേന്ന് കനങ്കല ഉണ്ടാകും. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പം കൊച്ചു ഒത്തിരി ദൂരെന്ന് വീഡിയോ കണ്ട് വന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാരണം യേശുപ്പ നന്ദി. അപ്പോൾ ഇങ്ങനെ മുടി കുറവുള്ളവരൊന്നും വിഷമിക്കേണ്ട. ഇവർക്ക് പെട്ടെന്ന് ഈ കൊച്ചിന് പിന്നെ തലേന്ന് കെളുത്ത് വരുമ്പോൾ ഈ മോക്കടെ മുടിയേ നാച്ചുറലാണ്.
ഇങ്ങനെ അല്ല നാച്ചുറൽ അല്ല, സ്ട്രെയിറ്റ് ഹെയർ. അപ്പോൾ വലിയ വൃത്തികേടുമില്ല. ഇവർക്കൊക്കെ വർഷത്തിലൊരിക്കലൊക്കെ ചെയ്താൽ മതി, അങ്ങനെ അടിച്ചാൽ മതി വർഷത്തിലൊരിക്കലൊക്കെ. അപ്പോൾ നീ കണ്ട അതിമനോഹരായി. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം എനിക്ക് പോരെ. ശരിയാണ്. ഈ കൊച്ച ഹെയർ മേക്കോറിന് വന്നാണ്. മുടിയെന്ന് പറഞ്ഞാൽ ഇപ്പം കൈ തൂക്കിയിടാട്ടോ, എൻ്റെ ഇങ്ങനെ തൂക്കിയിടാം, അതുപോലെ ഫ്രസ് ചെയ്യട്ടെ, ഇതിനുള്ള വേദന എടുക്കും. കാര്യം സ്ട്രൈറ്റ് ഹെയർ ആണെന്നുകൊണ്ട് കാര്യമില്ല, ഇത് ഭയങ്കര തിക്കാറുന്ന. അപ്പം ഇതിങ്ങനെ പല കളറും അതും ഇതുമൊക്കെ എല്ലാ പൈപ്പിലും ഉണ്ട്. അപ്പം നിറച്ച് ഇതിങ്ങനെ പൊട്ടിയിരിക്കുന്നതായിട്ട് ഈ മുടിയൊക്കെ ഇത്രയേ ഉള്ളൂ, ഇതുണ്ടോ, നീളെ ഇത്രയേ ഉള്ളൂ. അപ്പടി പൊട്ടിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു, ഉള്ളൊക്കെ പോയത് പൊട്ടി. പിന്നെ ഇങ്ങനെ ഡ്രൈനെസ് പുറത്ത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടോ, നമ്മുടെ ഉള്ളും ഭയങ്കര ഡ്രൈ ആണ്, ഡ്രൈനെസ്സേ ഉള്ളൂ കേട്ടോ. ഒത്തിരി വെള്ളം കുടിക്കണം. പിന്നെ എന്താണ് ഉള്ളിൽ ഡ്രൈനെസ് മാറാൻ ജ്യൂസുകൾ, നമ്മുടെ ഹെൽത്ത് ഒത്തിരി ശ്രദ്ധിക്കണം. ഹെൽത്ത് ഒത്തിരി വലുതാട്ടോ. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്ത് കാശുണ്ടാക്കാം, എന്തൊക്കെ കാര്യം ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും പോകാം. ഹെൽത്തിൻ്റെ വില എൻ്റെ ദൈവമേ, നമുക്കത് എന്തെങ്കിലും ആൾക്കാർക്ക് വരുമ്പോൾ അവരുടെ വിഷമം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നന്ദി ആരോഗ്യമൊക്കെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് ചരിത്ര സംഭവമായിട്ട് രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്ത് ഞാൻ നന്നാകാൻ തീരുമാനിച്ചു. ഞാൻ എക്സസൈസ് ചെയ്യും, 5:30 എഴുന്നേറ്റു, 6:30 വരെ എക്സസൈസ് ചെയ്തിട്ട് 8 മണി വരെ പ്രാർത്ഥിച്ചു. അപ്പോൾ ആത്മീയമായിട്ടും നമുക്കൊരു അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരുന്ന് ശക്തി പ്രാപിക്കണം. എക്സസൈസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർത്തോ, അങ്ങനെയൊക്കെ നമുക്ക് നന്നാകണ്ടേ. ആരോഗ്യം, ABC ജ്യൂസ് കുടിക്കണം, എല്ലാം നമ്മളെല്ലാം മൊത്തം ഒന്ന് മാറാം നമുക്ക്. അപ്പം ഈ മുടി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോക്ക് ഒട്ടും പ്രായമില്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ഒന്നിലായിട്ടുള്ളൂ, പക്ഷെ ഫുൾ വൈറ്റ് ഹെയറാണ്. ആശാട്ടിയുടെ വലിയ IT സംഭവമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ആൾക്കാർ പറയുന്ന കൂടുതൽ പ്രസക്തി കൊടുക്കും. നമ്മൾ കോമൺ സെൻസിൽ കൂടുതൽ ചിന്തിക്കില്ല. ഈ പറഞ്ഞ ഞാനും അങ്ങനെയാണ് ചിന്തിച്ചോന്നെ. എനിക്ക് പണ്ട് വൈറ്റ് ഹെയർ വരുമ്പോൾ പറക്കിലാവുന്നതുമില്ല. ഈ മോക്ക് D3 കുറവാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കും. ഒരു D3 കുറവാക്കി എനിക്ക് ഡോക്ടറിന് കൊടുക്കുന്ന ഫീസ് കൊണ്ട് വരാൻ പറയാൻ പോവാം. അപ്പോൾ അച്ഛന് വൈറ്റ് ഹെയർ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പാരമ്പര്യം പലതും ഉണ്ടെന്നേ. അതിന് റെമഡി അന്ന് നമുക്ക് ഇല്ലായിരുന്നെന്ന് നമുക്കറിയാമായിരുന്നു. ഞാനൊക്കെ ഇപ്പോഴാണ് കൊറോണക്കാലം വന്നിട്ട് ഈ D3 വാട്സപ്പിൽ നോക്കിയപ്പോൾ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് അത് കുറവാന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് വലിയ പ്രശ്നമാണെന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ അന്നപ്പോഴത്തേനും എൻ്റെ വായിലെ പല്ല് പോയി എന്ന് പറഞ്ഞാൽ അപ്പടി പല്ലിന് കംപ്ലൈൻ്റ് ആയി. മുടി, എൻ്റെ വൈറ്റ് ഹെയർ, മുടി ഡ്രൈനെസ്, പൊട്ടൽ. എൻ്റെ മുടി കരാട്ടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ മുടിയെ ഷാമ്പൂ ഇട്ട് കഴിയുമ്പോൾ ഫ്രസി ഈ മുടി എന്ത് ഡ്രൈ ആയിരുന്നു, ഇതൊരു ഫ്രസി, എന്ത് സോഫ്റ്റാന്ന് പറയുന്നത്. ഇങ്ങനെ കൈ ഒഴുകും. കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ ബയോടാനിസ് ആണ് ചെയ്തിരിക്കണേ. ഇതൊരു സൂപ്പറായിട്ട് എന്ത് സുഖം, നമുക്ക് കൈ എടുക്കാൻ തോന്നില്ല. അപ്പം നമുക്ക് അത്രയും കംഫർട്ടായി. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ വാഷ് ഔട്ടാണ്. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു വളവും തിരിവുമൊക്കെ വരും, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കൂല. പക്ഷേ നമുക്കൊരു 6-7 മാസം കഴിയുമ്പോൾ ചിലർക്ക് മാത്രം 7 മാസമൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. സോഫ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് അകത്ത് വന്നത് ചെറിയൊരു വളമൊക്കെ പോലെ വരുമെങ്കിലും നമുക്കിങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ചെയ്തത് ഇഷ്ടപ്പെട്ടോ? ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കാരണം എന്നാ വെച്ചാൽ നമുക്ക് ആ മുടി കറക്റ്റ് കംഫോർട്ടായി കിട്ടുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിനും കഴിച്ച് 6-7 മാസം കഴിയുമ്പോഴത്തെ പണ്ട് ഭയങ്കര തിക്ക് ഹെയർ, ഈ ഹെയർ കണ്ടറിയാം ഭയങ്കര തിക്ക് ഹെയറാണ്. അപ്പം അതാണെന്നാണ് പറഞ്ഞത്. നീണ്ടാൽ അടിയിട്ട് പൊട്ടി പോകുന്നത്. ഇത് കണ്ടോ, ഇവിടെ നല്ല തിക്നെസ്സാണ്, ഇങ്ങോട്ട് അത്രയില്ല. അടിയിട്ട് കണ്ടോ, നിങ്ങൾക്ക് തന്നെ ഗ്യാപ്പ് കാണുമ്പോൾ അറിയാം. ഇതിനി കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഓണം വരുമ്പോൾ വെട്ടണം എന്ന് നോക്കുന്നത്. ഞാൻ ഇച്ചിരി ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇത് വെട്ടിയിട്ടാണ് വന്നത്. ഇച്ചിരി ഒന്ന് ഇങ്ങനെയൊക്കെ വെട്ടാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഒരു യു ഷേപ്പിലൊക്കെ ഇച്ചിരി ഇപ്പോൾ നമ്മൾ ചിലർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഉടനെ വെച്ചാൽ നിങ്ങളൊക്കെ കാണുന്ന ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് സമാധാനമൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ വെട്ടി നീളം കുറഞ്ഞൊന്നും പറയും. ഇച്ചിരി നിങ്ങളൊക്കെ കാണട്ടെ. അപ്പോൾ ഇതുപോലെ മുടിയുള്ളവർ ഇതിപ്പോൾ ഈ കളറൊക്കെ കളർ ചെയ്തു. അപ്പോൾ കളർ ചെയ്തിട്ട് പിന്നെയും വൈറ്റ് കളർ വന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ മൈലാഞ്ചിയിലേക്ക് പോയി. മൈലാഞ്ചി അതിലേക്ക് ഏതാണ്ടൊക്കെ ചേർത്ത് അപ്പോൾ ഒരു ചുവപ്പ് കളറായി. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറ് നമുക്ക് അല്ലാണ്ട് പെയിൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ അതിനെ ഇടയ്ക്ക് നമുക്ക് തലയ്ക്കൊരു പ്രൊട്ടക്ഷൻ സ്പാ ഒക്കെ ചെയ്ത് കൊടുക്കണമേ. എണ്ണ തേക്കണില്ലോ. അപ്പോൾ സ്പാ ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്ക് സ്പാ എന്ന് പറഞ്ഞാൽ മുടിക്കും തലയ്ക്കൊക്കെ നറിഷിങ് ക്രീമാണ്, പ്രോട്ടീനാണ്. അപ്പം ഇങ്ങനെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കളറ് ചെയ്യാണ്ട് പറ്റില്ല. ഞാനൊക്കെ എത്ര നാളായി ബ്ലാക്ക് കളറ്. പക്ഷേ ഷോസ്കോപ്പോ ലോറിയലോ ബെല്ല കുറേ ബ്രാൻഡ് കമ്പനിയില്ല, ഇന്ത്യയിൽ കളറുകളൊക്കെ ആണ്. നല്ല
തീരെ ഡൂപ്ലിക് കമ്പനിയുടെ ഒന്നും കളർ ചെയ്യരുത്. ചില ഷാമ്പൂ ഇട്ടാൽ അപ്പടിയും ഇതാകുന്നു, അതൊക്കെ മുട്ടൻ കെമിക്കലാട്ടോ. വൈറ്റ് കെയർ അല്ലാത്തതിനും എല്ലാം കൂടെ കൂടി വരും, ഭയങ്കര കെമിക്കലാണ്. അപ്പോൾ അങ്ങനെയല്ല, വൈറ്റ് കെയർ ഉള്ളിടത്ത് സ്റ്റാർട്ടിങ് മഞ്ഞയെടുത്ത് മാത്രം കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞൊക്കെ കേൾക്കണം കേട്ടോ. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം ധൈര്യസമേതം ഇങ്ങനെ പോലെ ഈശ്വരൻ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാൽ ഈ മുടി ഭയങ്കര ചുരുണ്ടതാണ്. അത് കാരണം അന്ന് കരാട്ടിന ചെയ്ത് നാനോപ്ലാസ്റ്റിയ ചെയ്ത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചുരുണ്ട മുടി തലേന്ന് കിളുത്തു വന്നത് ചുരുളും. അപ്പോൾ എല്ലാം കഴുകുമ്പോൾ ഒരു ഇങ്ങനെ ഓക്കെ ആവും, അല്ല ഒരുപോലെ ആവുമല്ലോ എന്നൊക്കെ ഓർത്ത് 5 മാസമായിട്ട് നാനോപ്ലാസ്റ്റി ചെയ്ത് അടി വലിയ കുഴപ്പമില്ല. കാലം നിറച്ച് മുടി വന്നു. അന്ന് മുടിയേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ചുരുണ്ട മുടി ആയത് കാരണമാണ് നാനോപ്ലാസ്റ്റി ചെയ്യാൻ കാരണം തലേ അപ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്താലോ നോക്ക്. ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടി ഇതുപോലെയൊക്കെ കിടക്കണം. കണ്ട് സാധാരണ നാനോപ്ലാസ്റ്റി ചെയ്ത് കുറച്ച് കഴിക്കുമ്പോൾ അടി ഇങ്ങനെ കേളൊക്കെ വന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റിസൾട്ട്. പക്ഷേ ഈ കൊച്ചിന് ഹെയർ ലാക്സിങ് ഇതോടെ മതി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഈ ഇങ്ങനെ ഇതിനൊട്ടും മുടി ഉള്ളില്ലല്ലോ. അപ്പോൾ ഹെയർ ലാക്സിങ് വെച്ചാൽ വോളിയം തോന്നിക്കുമല്ലോ. അപ്പോൾ അതിനങ്ങനെ വോളിയം തോന്നിക്കാൻ രീതി മതി. ഇതിങ്ങനെ തലേന്ന് ഇപ്പോൾ ചുരുട്ടും വന്നൊരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും വരാറില്ലായിരുന്നു. എന്നാന്ന് പറഞ്ഞുകൂടാ, ആദ്യമായിട്ടാണ് സാധാരണ കാണുന്നത്. അപ്പോൾ എല്ലാം അത് കറക്റ്റായിട്ട് നോക്കണ ആളാട്ടോ. ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ. അത് കാരണം ഇതേ ഗുണം കിട്ടി. ഈ തല നിറച്ച് യേശുവിൻ്റെ കുറയാതെ ഇതിന് മുടിയുണ്ടായി. ഇതേ കണ്ടോ, തിക്കായിട്ട് മുടിയുണ്ടായി. ഈ മുടി ഇങ്ങനെ താഴെ വരെ എത്തിയാൽ പനക്കൊലയായി. അപ്പോൾ ഹെയർ ലാക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്കോവർ കഴിഞ്ഞ തവണ കരാട്ടിനായിരുന്നു ചെയ്തത്. ഇത്തവണ അതിന് എനിക്കൊന്ന് തന്നെ ഓയിൽ ഫോം ചെയ്യണ മുടിയാണോ എന്നൊരു സംശയം ഒട്ടിക്കിടക്കുമായിരുന്നു. ഈ തവണ ഹെയർ ലാക്സിങ് ചെയ്ത് തലേന്ന് കഴിഞ്ഞോണ്ട ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആദ്യം പണ്ട് വന്നപ്പോൾ ഉണ്ട മുടിയാണെങ്കിൽ ഇത്രയുടെ തലേന്ന് 5 മാസം കൊണ്ട് കെട്ട് വന്ന സംഭവമാണിത്. D3 ഒക്കെ കണ്ടമാനം കുറവാന്ന് തോന്നുന്നു. കുഞ്ഞു കൊച്ചുകൊണ്ട്. അപ്പോൾ ഈ മൾട്ടി വിറ്റാമിൻ ഒന്നും കഴിച്ചില്ല. ഞാനിപ്പോൾ പറഞ്ഞ പിന്നെ വീഡിയോ കണ്ടു തുടങ്ങിയ പിന്നെ വിറ്റാമിനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കൃപയാൽ ഇപ്പോൾ വിറ്റാമിൻ കമ്പനിക്കാർക്ക് നല്ല സുഖമാണ്. നമ്മളിങ്ങനെ വിറ്റാമിൻ പറഞ്ഞ് ആൾക്കാരൊക്കെ കഴിക്കേണ്ടത്. മൾട്ടി വിറ്റാമിൻ കഴിക്കാണ്ട് മുടിയൂറിലോ ഹെൽത്തിനൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തും വല്യാമ്മമാർക്ക് 4, 3, 7 മുടിയായിട്ടിരുന്ന മിക്ക വല്യാമ്മമാരും. പണ്ടെനിക്ക് പനങ്കുല ഉണ്ടായിരുന്നു. ഇപ്പം മുടിയെത്ര ഒരു വിറ്റാമിൻ ഗുളിക എന്ന് കഴിക്കാനുള്ള ഇപ്പം നമുക്ക് പല പല കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഇതിനൊക്കെ അവസരമായില്ലേ. അപ്പം നമ്മൾ ലാബുകളായി. പണ്ട് ലാബ് വല്ലതും ഉണ്ട്. ഡോക്ടർ ചെയ്യുമ്പോൾ കണ്ണും ഇങ്ങനെ നോക്കി നാക്കൊക്കെ നീട്ടിയല്ല ലാബ്. ഡോക്ടർ തന്നെയായിരുന്നു ലാബ്. അപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, മുട്ട കഴിക്കുക, ഇലക്കറി കഴിക്കുക. ആരോഗ്യമാണ് നിങ്ങളുടെ ആരോഗ്യം, കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ്. അപ്പം മുടി പനംകൊല പോലെയാണ്. പിന്നെ ആഫ്റ്റർ കെയർ ഇപ്പോൾ ഒരാളൊരു പയ്യെ പറയുക ആഫ്റ്റർ കെയർ യൂസ് ചെയ്തതൊന്നും കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പം ഒരു ഇടയുടെ കൊടുക്കണം. ആദ്യം എല്ലാം കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യാൻ പറ്റാത്തവർ ആരും മുടി ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മുടി ചെയ്യാൻ വന്നാൽ എനിക്ക് കാഴ്ച കിട്ടും. പക്ഷെ അതല്ല, എനിക്ക് അതിൻ്റെ അത് കഴിഞ്ഞത്തെ റിസൾട്ട് എല്ലാവരും പറയും എൻ്റെ മുടി പോലെ. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് മുട്ട തിന്നും. പിന്നെ ഈ മുടി ഇങ്ങനെ വടി പോലെ കിടക്കുന്നത് ഹെയർ ലാക്സിങ്ങിൻ്റെ അല്ല ഹെയർ ലാക്സിങ് ചെയ്ത മുടിയാണ്. എൻ്റെ ഇവിടെയൊക്കെ കരാട്ടി. അപ്പോൾ ഇവിടെ വളവ് വരില്ല. എന്നെ ഇത് വെട്ടിപ്പോണവരെ ഇങ്ങനെ കിടക്കും. അപ്പം കരാട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കരാട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ വളവൊക്കെ ഒരു വഴി സോഫ്റ്റ് ആകും. അപ്പോൾ എല്ലാവരും പറയും കരാട്ടി ചെയ്യണേന്ന് പറയും, ഹെയർ ലാക്സിങ് ചെയ്യണമെന്ന് പറയും. എനിക്ക് വടി പോലെ കിടക്കുന്നില്ല, ചെറിയ വളവൊക്കെ വേണ്ടോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കരാട്ടിന ചെയ്യുന്നതെന്ന് വെച്ചോ ചെറിയൊരു വളവ് ഒരു പറയും, ചേച്ചി എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ടെല്ലാം വളഞ്ഞു പോയിന്ന്. അപ്പോൾ വളവെല്ലാവർക്കും വേണം. കാരണം കരാട്ടിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലും ചെറിയ വളവുകൾ വരും. നോ കെമിക്കലാണ്, ബോഡിനെ തകർക്കണില്ല, അതിനങ്ങനെ വരും. പക്ഷേ ഹെയർ ലാക്സിങ് ഇത് ഇപ്പോൾ ഇടി വെട്ടി പോണവരെ ഇത് ചെയ്ത മുടി ഇങ്ങനെ കിടക്കും. ഇവിടെ വരെ ഈ കൊച്ചിനിപ്പോൾ നല്ല തിക്നെസ്സായി. ഇനി അതിങ്ങനെ നീണ്ടു വരുമ്പോൾ പയ്യെ അറ്റം വെട്ടി കൊടുത്താൽ മതി. മൾട്ടി വിറ്റാമിനൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മുടിയായിക്കോളും. മുടി കുറേ പൊട്ടലുണ്ട്, അതാണ് പ്രശ്നം. അതാ ഇപ്പോൾ കൊച്ചിന് വിറ്റാമിൻ ഗുളികയൊക്കെ എടുത്തപ്പോൾ ഒത്തിരി നര കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈറ്റ് കെയർ ഒക്കെ നന്നായിട്ട് വന്നു. D3 ഒക്കെ ഒത്തിരി കുറവാണ്. അപ്പം നമ്മൾ ആ റിസൾട്ടുകൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊന്നും നിരാശപ്പെടേണ്ട. എല്ലാത്തിനും ഈശ്വരൻ നമുക്ക് പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നോക്കണം. മരുന്ന് കണ്ടുപിടിക്കുന്നത്, ഈ മുടിയുടെ ഇതൊക്കെ നിവർത്താൻ കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. ദൈവം അവർക്ക് ആ ബുദ്ധി കൊടുത്തേക്കണേ. അപ്പം മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ പറ്റും.
നമുക്ക് ആ റിസൾട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നിരനിരയായിട്ടേക്ക് പോകാം.